നിങ്ങളെന്നെ റെഡിയായില്ലേ? ആ സമയം കണ്ട താഴെ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുവാണ്. നിങ്ങൾ എന്താണ് ഇങ്ങനെ അതിന് ചെറുക്കാൻ റെഡി ആവണ്ടേ? ഏരിക്കണം സാംസങ്ങേ എന്നാ പറ്റി? കൊണ്ട് ഇനി കാര്യം പറ. ആണ്ടെ വീണ്ടും പോകാൻ മാറ്റുന്നു. എടാ കാര്യം പറടാ. ഇവനുണ്ടെ ഞാൻ ഇത് പെണ്ണാണാൻ വരൂല, അത്രേ ഉള്ളൂ. അതന്നെ നീ ഇവിടെ എണീറ്റേ അങ്ങോട്ട് നീ അവനെ നോക്കി. എന്നിട്ട് എന്നെ നോക്ക്. അവന് കോട്ട്, സ്യൂട്ട്, ഷർട്ട്, ബെൽറ്റ്, പാന്റ്, ഷൂസ്. എനിക്ക് ഒരു ഉണങ്ങിയ ഒരു ഷർട്ടും ഒരു ബനിയനും ഒരു പാന്റും. ഇത് തേച്ചിട്ട് പോലുമില്ല. ഇപ്പൊ നീ വിചാരിക്കും, നീ ആയിരുന്ന ഞാൻ കാണാൻ വന്ന പെണ്ണെങ്കിൽ അവനെയും കണ്ട് എന്നെയും കണ്ട് നീ ഇതിൽ ആരെ ചൂസ് ചെയ്യും? അവനെ ചൂസ് ചെയ്യും, എന്നെ ചൂസ് ചെയ്യും. ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ ഞാൻ ഐഫോൺ നോക്കത്തുള്ളൂ. ആ അതന്നെ പ്രശ്നം. അതുകൊണ്ട് ഇവനുണ്ടെങ്കിൽ ഞാൻ വരത്തില്ല, അത്രേ ഉള്ളൂ. അല്ല, ഈ ഷർട്ട് തേച്ചാലും പോരെ? എനിക്ക് തേക്കാൻ സൗകര്യമില്ല. അല്ല എന്നാലും നീ നിനക്കല്ല ഭംഗിയൊക്കെ ഉണ്ട്, നല്ല രസമാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി നോക്കൂടെ നല്ലത്. എടാ അത് ദൈവം എനിക്ക് കുറച്ച് സൗന്ദര്യം തന്നിട്ടെന്നുള്ളത് ശരിയാ. പക്ഷെ പെണ്ണിനെ ഇഷ്ടപ്പെടണ നീ കാണാൻ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഓ ഇയാള് വലിയ ഗന്ധർവൻ. നമ്മളെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, കോട്ടും സൂട്ടിന്റെ ഒക്കെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാലും നീ വരണ്ട. ദാണ്ടെ കിടക്ക് നീ ചെറുക്കനെ കൊണ്ട്. എടാ ഇത് ഞാൻ മേടിച്ച ഡ്രസ്സൊന്നും അല്ല, ആ താഴെ ഇരിക്കണ പൊട്ടനെ എഴുതി വെച്ചേക്കണാണ് ഈ ഡ്രസ്സ് എനിക്ക്. അതായത് നിനക്കൊരെണ്ണം തന്നിട്ടില്ലേ? ഇവനൊരെണ്ണമുണ്ട്, അവനൊരെണ്ണമുണ്ട്, എല്ലാവർക്കും ഓരോന്നും ഇല്ലേ? താൻ വരണ്ട കേട്ടാ. ഞാനും അവന്മാരൊക്കെ ആയിട്ട് പോയിക്കോളാം, താൻ വരാൻ നിൽക്കണ്ട. എന്നൊരു കാര്യം ചെയ്യാം, ഇപ്പൊ തൽക്കാലം നമുക്കിങ്ങനെ ഇറങ്ങാം. എന്നിട്ട് ഇപ്പൊ അവിടെ എത്തുമ്പോ ഞാൻ ഈ സ്യൂട്ട് അങ്ങോട്ട് മാറിയാ പോരെ? വേണമെങ്കിൽ നിനക്ക് തരാം, അല്ലെങ്കിൽ ഞാൻ ഇത് ഊരിയിടാം, അതുപോലെ. അതെങ്ങനെ ഉണ്ടാവും? ആ എന്നാ അങ്ങനെ ചെയ്യാം, അതാകുമ്പോ കുഴപ്പമില്ല. ഉറപ്പാണോ? ഞാൻ ഊരാ. അങ്ങനെയാണെങ്കിൽ പോവാം. ഇനിയെങ്കിലും സാറ് വരുമോ? അവസാനം മാറ്റി പറയരുത്, അവിടെ ചെന്നിട്ട് ഒരുമാതിരി കാണിക്കരുത്. ഓ ഓ ഒന്നാണ് പ്ലീസ്. റിയൽമി, വിവോ, ഓപ്പോ. വാ ഓ ഓ ഓ ഓ. അപ്പൊ ഓക്കെ ഇറങ്ങിക്കോ. സ്ഥലത്തി എന്താ ഇറങ്ങാത്ത? സ്യൂട്ട് ഊരുന്നില്ലേ? ഇവനെ കൊണ്ട് എടാ ഊരാവടെ ഒന്ന് ആദ്യം ഇറങ്ങുതാൻ. അത് ഊരിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഐഫോണേ അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന എൻ്റെ ഫോണിലേക്ക് ക്യാമറയിൽ സെൻസർ ആരാ വെച്ചിരുന്ന? അത് നീ അല്ല. അതിപ്പോ എന്തിനാ ഇവിടെ പറയുന്നു? സെൻസർ ഇല്ലാതെ നീ എങ്ങനെയാണോ ഫോൺ ഇറക്കാൻ പോകുന്നത്? ഈ സൈക്കോനെ കൊണ്ടാണുള്ളത്. പിന്നെ ഞാൻ പെണ്ണാണാൻ വന്നു. ഓക്കെ ഞാൻ ഇത് ഊരാ, അത്രയല്ലേ ഉള്ളൂ. പൊന്നെ ഈ ചെറുക്കനെ കൊണ്ട് അങ്ങനൊക്കെ കൊണ്ടുവന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ല. ഊരി പോരെ?
കൈ വെക്കാൻ പാടില്ല. പുറകിലേക്ക് ഇടും. അവിടെ ഇട്ട്. ഇനി ഒന്ന് ഇറങ്ങോ? ഇപ്പൊ ഓക്കെ. ഇനി ഇറങ്ങാം. ഒരു ക്യാമറയുടെ സെൻസറും കണ്ടന്റ് ഒക്കെ മേടിക്കാൻ തോന്നി എൻ്റെ ഒരു കാലക്കേട്. ഇതെന്താണിത്? ഇറങ്ങ്. അല്ല, അതെങ്ങാനും ഇനി എടുക്കുമെന്ന് നോക്കിയതാണ്. ഓക്കെ, കമോൺ. ഹൈ, എന്തീ കിടക്കുന്നേ രുക്മിണി? ഇതെന്താണ് ഇതൊന്നും നന്നാക്കാത്ത? ചെറുക്കനും കൂട്ടരും വന്ന് കാണുമ്പോ നമ്മുടെ അന്തസ് ഇങ്ങനെയാണോ കാണേണ്ടത്? ഹലോ, ഓ അവര് വന്നിരിക്കണോന്ന്. ശരിയെന്നാ രുക്മിണി, ഇതൊക്കെ മാറ്റി. ചെറുക്കനും കൂട്ടരും എത്തിന്ന്. ഓ, അവരാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിച്ചും വരാം. നമസ്കാരം. നമസ്കാരം. കേറിയിരിക്ക. വരൂ. ഹൈ, ഇരിക്ക. നമസ്കാരം. നോമിന്റെ പേര് ബ്രഹ്മദത്തൻ നമ്പൂതിരി. ഇവിടെയുള്ള ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. നിങ്ങൾ രാഹുകാലത്തിന് മുമ്പ് എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുമായിരുന്നു നാം. ഓഹ്, ആ പാലാരിവട്ടത്തൊക്കെ ബ്ലോക്ക് അല്ലോ, സഹിക്കാനില്ലല്ലോ. ഹൈ, ശിവ. ഇതാണിപ്പോ എറണാകുളത്ത് എന്തോരം പേരാ വന്നിരിക്കണേ. തിരക്കും കൂടി. നിങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ല. അതിരിക്കട്ടെ, ഈ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഈ വഴി കണ്ടുപിടിക്കാൻ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിയായിരുന്നു. ഈ വേറെയും കുറെ ഇല്ലങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടേ നമുക്ക് ഈ സംഭവം ഒന്ന് കിട്ടാനായിട്ട് പെട്ടെന്ന് പേരും കിട്ടിയില്ല. അപ്പൊ ഇച്ചിരി ഒന്ന് കറങ്ങേണ്ടി വന്നു. പിന്നെ ബ്ലോക്കും. അല്ലാതൊരു കുഴപ്പമില്ല. നന്നായി. പക്ഷെ നിങ്ങളൊന്ന് ബ്രഹ്മദത്തൻ നമ്പൂതിരി ചോദിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഇത് കാണിച്ചു തന്നില്ല കേട്ടോ. കാരണം നമ്മളാണ് ഇവിടുത്തെ മേൽശാന്തി. അപ്പോ ഇതാണ് നമ്മുടെ പയ്യൻ സാംസൺ. നമസ്കാരം. നമസ്കാരം. കേട്ടിരിക്കണു ഒരുപാട് ലോകം വരപ്പിച്ച സാംസങ്ങിനെ കുറിച്ച്. ഓ, അങ്ങനെയൊന്നുമില്ല. ജനങ്ങൾക്ക് എന്ത് വേണോ അത് നല്ലൊരു റേറ്റിൽ നമ്മൾ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. മോൾക്ക് സാംസങ് ആണ് സംബന്ധക്കാരനായി വന്നേന്ന് പറഞ്ഞപ്പോ തന്നെ നോം ഞെട്ടിയിരിക്കണു. ഹോയ്, ദൈവത്തിന്റെ ഓരോരോ വിളയാട്ട്. എന്തായാലും നമുക്ക് സന്തോഷമായി. നല്ലൊരു ചെറുക്കനെ തന്നെ നമ്മുടെ മോൾക്ക് കിട്ടിയല്ലോ. അതിരിക്കട്ടെ, പുതിയ ഫോണൊക്കെ ഇറങ്ങുന്നുണ്ടോ? പുതിയൊരു ഫോൺ ഈ അടുത്ത് തന്നെ ഇറങ്ങുന്നുണ്ട്. ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ ഒരു പുതിയ ഫോൺ ഇറങ്ങുന്നുണ്ട്. ഹൈ, ഇതായി കഥ. രുക്മിണി, ഇനി നമുക്കൊരു ഫോണൊന്നും മേടിക്കണ്ടല്ലോ. നമ്മുടെ മരുമോൻ തന്നെ മേടിച്ചു തരും നമുക്ക്, അല്ലേ? തീർച്ചയായും. ശിവ, നോമിന് നല്ല പേടിയുണ്ടായി ഈ ചെറുക്കനെ കുറിച്ച്. ഇപ്പൊ എന്തായാലും സന്തോഷമായി. നല്ലൊരു ചെറുക്കനെ തന്നെ കിട്ടിയല്ലോ. ഒരു നിമിഷം. ഹലോ, പൂവ് അവരെത്തിയിരിക്കണു. നോം സംസാരിച്ചോണ്ടിരിക്കുവാണ്. ഓ, ആയിക്കോട്ടെ. ഓക്കെ. നോമിന്റെ അനിയനാണേ, കീഴ്ശാന്തിയാണ്. അവിടെ എന്തോ പൂജയ്ക്ക് എന്തോ ആവശ്യമുണ്ടേ, അതിന്റെയാണ്. പിന്നെ നിങ്ങൾ ഇവിടെ വരുമോ എന്ന് വെച്ചാൽ അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു നിങ്ങളൊന്ന് കാണാനായിട്ട്. ഇവിടെ ഈ നാട്ടിൻപുറത്തൊക്കെ വളർന്ന കുട്ടിയാണ്. മോൻ പുറത്തൊക്കെ പഠിച്ചതല്ലേ, അതിൻ്റെതായ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മോനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഓ, അങ്ങനെയൊന്നും ഇല്ലാന്നേ. ജനിച്ച വളർന്നാൽ മാത്രമേ അവിടേക്ക് ഉള്ളൂ. പിന്നെ ഇവിടെ ഈ ചാനലിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോ തൊട്ട് കഞ്ഞിയും പേരൊക്കെയാണ്. നാറ്റിക്കല്ലേ. പിന്നെ ഉള്ള കാര്യമല്ലേ പറഞ്ഞു. നമുക്കെന്നാ പെൺകുട്ടിയൊന്ന് വിളിച്ചാലോ? ആയിക്കോട്ടെ.
ഇത് നിന്റെ ഒരുമാതിരി കോഴിത്തരം ഇവിടെ കാണിക്കല്ലോ കേട്ടോ. പെണ്ണ് കാണാനാ വന്നേക്കുന്ന. അപ്പൊ പെൺകുട്ടിക്കും ചെറുക്കനും എന്തെങ്കിലും ഒക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ അവരങ്ങോട്ട് ആയിക്കോട്ടെ മോളു പോ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ശരി. അപ്പൊ അങ്ങളെ നമുക്ക് ഈ സ്ത്രീധനത്തിന്റെ ഒക്കെ കാര്യം ഒന്ന് സംസാരിക്കണ്ടേ? ആയി സംസാരിക്കണമല്ലോ. നിങ്ങളുടെ അടുത്തേക്ക് വരിക. എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്ത് കൊടുക്കും അവന്? നോമിന് ഒറ്റ മോളാന്നറിയാലോ. അപ്പൊ ഈ ഇല്ലവും ഒരു റേഞ്ച് റോവർ കാറും എന്ത് പറയുന്നു? അവനീ ഇച്ചിരി പിശുക്കിന്റെ ഒക്കെ ആളാണ്. അപ്പൊ ഒന്ന് കുറച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവുമല്ലോ. പിന്നെ ഇതൊരു ഇല്ലവും കൂടെ ആയതുകൊണ്ട് നമുക്കൊരു ഒരു പഞ്ച് കൊടുക്കണ്ടേ? കൂടെ വേണമെങ്കിൽ നമുക്ക് സ്വർണ്ണമൊന്നും ഉണ്ടല്ലോ. ഈ ഇല്ലവും റേഞ്ച് റോവർ ഓക്കെ. എന്നാ ഈ പയ്യന്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും കിട്ടും? കമ്മീഷൻ വല്ലതും? ഞാനാണല്ലോ ബ്രോക്കർ. ആ റേഞ്ച് റോവർ എനിക്ക് തന്നാൽ മതി. ഞാൻ ഓടിച്ചോളാം. അവന് ലൈസൻസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മോനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ ഓക്കെ, മാരേജ് നമ്മളിവിടെ നിന്ന് പൊളിക്കുന്നു. എന്റെ കാലത്തൊന്നും ഇങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായില്ല. അന്ന് ചുമ്മാ നമ്മള് പറയുക കെട്ടുക അങ്ങനെയായിരുന്നു. ഇപ്പൊ ഈ ചടങ്ങൊക്കെ നടത്തുന്നത് നല്ലതാണ്. എന്താന്ന് വെച്ചാല് എന്റെ ഇതേപോലെ നേരത്തെ മാരേജ് ഒന്ന് ഫിക്സ് ചെയ്താ. ഞാൻ പിന്നെ അമേരിക്കയിൽ സെറ്റിൽഡ് ആയതുകൊണ്ട് ഇങ്ങനത്തേക്ക് ഒന്ന് പരിപാടിക്ക് വരാറില്ലായിരുന്നു. ബട്ട് കല്യാണ തലേന്ന് അവൾ ഒളിച്ചോടി. അപ്പൊ അതിനുശേഷം ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഐ ശിവ ശിവ, ഇത് നേരത്തെ പറയണ്ടേ? നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു പൂജയുണ്ട്. അതിന് നല്ല നടത്തി കഴിഞ്ഞാൽ ഒരു പ്രതിവിധി ഉണ്ടാവും. അതെ, തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. അല്ല, ചെറുക്കനും പെണ്ണും പോയിട്ട് കുറെ ആയല്ലേ അല്ലേ? ഐ അത് ശരിയാണല്ലോ. ആ ദേവൻ ആ ദാ വന്നു. എന്തുണ്ട് ഇനി? അപ്പൊ നമുക്ക് ഈ വരുന്ന ഒരു തീയതി തന്നെ നമുക്ക് നിശ്ചയത്തിന് കൊണ്ട് തീരുമാനിച്ചാലോ? പൂവ് നോം പറയാൻ പോവായിരുന്നു. നിങ്ങളുടെ കാരണവന്മാരാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നോമിനത് അങ്ങോട്ട് ഉറപ്പിക്കായിരുന്നു. ഈ കല്യാണം മൊത്തം ഞാനാണ് നേരിട്ട് നോക്കുന്നത്. അപ്പൊ നമുക്ക് അത് തീരുമാനിക്കാം. ഒരു നിമിഷം, നോം ഇതിന്ന് പ്രശ്നം വെച്ച് നോക്കട്ടെ. നോമിന് എന്തെങ്കിലും മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസം നമുക്ക് ചൂസ് ചെയ്യാലോ. എന്തു പറയുന്നു? ഞാൻ വിളിക്കാം എന്തായാലും. മറ്റേ നമുക്ക് തീയതിയൊക്കെ നോക്കിയിട്ട് വിളിക്കാം എന്തായാലും. ഓക്കെ. പൂവ് നമ്മളെന്തായാലും അത് അറിയിക്കാം. മോനെ, നോം എന്തായാലും പ്രശ്നം വെച്ച് നോക്കിയിട്ട് വിളിക്കാട്ടോ. ഓ ആയിക്കോട്ടെ. പോയിട്ട് വരാം. അപ്പൊ പോയിട്ട് വരും. സാംസങ്ങേ ഒന്ന് നിനക്ക് എന്നാ പറ്റി? നീ ആ പെണ്ണിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്ന. നിന്റെ രൂപത്തിലും ഭാഗത്തിലും എന്തോ ഒരു കുഴപ്പമുണ്ട്. ഒന്നുമില്ല. അല്ല 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 ഇവിടുന്ന് പോയപ്പോ ഉള്ള പോലെ അല്ല നീ ഇപ്പൊ. എന്താണ് നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. പിന്നെന്നാ? ഏയ് നിനക്ക് തോന്നായിരിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കെയാണ്. അമ്മമാരോടൊന്നും പറയത്തില്ല. നീ കാര്യം പറ. എന്താന്ന് വെച്ചാ അത്
അവന്മാരൊന്നും അറിയില്ലേ, ഞങ്ങള് സംസാരിക്കാൻ പോയില്ലേ. ആ നിങ്ങൾ പോയി. അപ്പോ അപ്പൊ അവളെന്തേലും പറഞ്ഞോ? സംസാരിക്കാൻ പോയപ്പോ പോയിട്ട് അവള്